ഹലോ നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതാണ് കാണിക്കാൻ പോകുന്നത്. വരുമാനം പരിഗണിക്കാതെ തന്നെ 70 വയസ്സ് കഴിഞ്ഞ എല്ലാവർക്കും പ്രധാനമന്ത്രിയുടെ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സും കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന പ്രോസസ്സുമാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഇതിൻ്റെ മറ്റു വശങ്ങളിലേക്കൊന്നും ഈ വീഡിയോയിൽ കടക്കുന്നില്ല. എല്ലാവരും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കാണുവാൻ ശ്രമിക്കുക. ആയുഷ്മാൻ ഭാരത് സ്കീമിൽ രജിസ്റ്റർ ചെയ്യാനായി നിങ്ങൾ പ്രവേശിക്കേണ്ട വെബ്സൈറ്റ് beneficiary.nha.gov.in എന്ന വെബ്സൈറ്റാണ്. വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ, ക്യാമറ എന്നിങ്ങനെ എന്തെങ്കിലും ആക്സസ് വെബ്സൈറ്റ് ആവശ്യപ്പെടുകയാണെങ്കിൽ അത് അലോ ചെയ്ത് കൊടുക്കുവാൻ വേണ്ടി ശ്രദ്ധിക്കുക. വെബ്സൈറ്റിൻ്റെ വലതുഭാഗത്തായി കാണുന്ന ക്യാപ്ച കോഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് മൊബൈൽ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവിടെ നിങ്ങൾക്ക് ആധാറിൽ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പർ തന്നെ നൽകാൻ സാധിക്കുന്നതാണ്. ആ നമ്പർ തന്നെ നൽകണമെന്ന് നിർബന്ധവുമില്ല. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടു വലതുഭാഗത്തായി കാണുന്ന വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആ മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന OTP എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് താഴേക്ക് ഓപ്പണായി വരുന്നതായി കാണാം. മൊബൈൽ നമ്പറിൽ വന്നിരിക്കുന്ന OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം താഴെ കാണുന്ന ക്യാപ്ച കോഡ് ഒന്നുകൂടെ എൻ്റർ ചെയ്തതിന് ശേഷം ലോഗിൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ പുതിയൊരു പേജിലേക്ക് പോകുന്നതായി കാണാം. ഇവിടെ ഓൾറെഡി ഏതെങ്കിലും സ്കീമിൽ അംഗമായിരുന്നോ എന്നറിയാൻ വേണ്ടി നമുക്ക് മുകളിലുള്ള സെർച്ച് ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. സ്കീം, അതുപോലെ സ്റ്റേറ്റ്, സബ് സ്കീം, ഡിസ്ട്രിക്റ്റ്, കൂടാതെ സെർച്ച് ബൈ എന്നുള്ള സ്ഥലത്ത് ആധാർ നമ്പറോ ഇല്ലെങ്കിൽ ഫാമിലി ഐഡിയോ എന്തെങ്കിലും സെലക്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. ഏതെങ്കിലും സ്കീമിൽ അംഗമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഏത് ഓപ്ഷനാണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് ആ ഒരു ഫാമിലി ഐ ഡി ആണെങ്കിൽ അത്, ഇല്ലെങ്കിൽ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് അവിടെയുള്ള ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ഏതെങ്കിലും സ്കീമിൽ, അതായത് ഇവിടെ PMJY ആണ് കൊടുത്തിരിക്കുന്നത്, അതിൽ അംഗമാണെങ്കിൽ താഴേക്ക് വരുന്നതാണ്. ഇവിടെ നോ ബെനഫിഷ്യറീസ് ഫൗണ്ട് ഇൻ ഗിവൺ സെർച്ച് ക്രൈറ്റീരിയ എന്ന് കാണിക്കുന്നതായിട്ട് കാണാം. ഇനി എങ്ങനെയാണ് പുതുതായിട്ട് 70 വയസ്സ് കഴിഞ്ഞവർ രജിസ്റ്റർ ചെയ്യേണ്ടതെന്ന് നോക്കാം. വെബ്സൈറ്റിൽ കാണുന്ന ക്ലിക്ക് ഹിയർ ടു എൻറോൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. അവിടെ ബെനഫിഷ്യറി ആരാണോ അവരുടെ ആധാർ നമ്പർ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫാമിലി ID അറിയുമെങ്കിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ഫാമിലി ID ലഭ്യമാവുകയുള്ളൂ. ഇല്ലെങ്കിൽ താഴെയുള്ള ക്യാപ്ച കോഡ് ടൈപ്പ് ചെയ്യുക. ശേഷം സെർച്ച് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ താഴെ നോ റെക്കോർഡ്സ് ഫോൺ ലിങ്ക് ടു ആധാർ നമ്പർ എന്ന് കാണിക്കുന്നതായി കാണാം. പ്ലീസ് ക്ലിക്ക് ഹിയർ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുതുതായിട്ട് എൻറോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. ആ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആധാർ, OTP, ഫിംഗർ പ്രിൻറ്റ്, ഐറിസ് സ്കാൻ ഏതെങ്കിലും ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇവിടെ ആധാർ OTP ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കൺസെൻറ്റ് ഫോം വരുന്നതായി കാണാം. താഴെയുള്ള യെസ് ഐ വിഷ് എന്നുള്ള സ്ഥലത്ത് ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം അലോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ അവിടെ മെമ്പേഴ്സ്, ആധാർ OTP, യൂസേഴ്സ് മൊബൈൽ OTP എന്നിങ്ങനെ 2 ഓപ്ഷനുകൾ കാണിക്കുന്നതായി കാണാം. നിങ്ങൾ നേരത്തെ നൽകിയിരുന്ന മൊബൈൽ നമ്പർ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരുന്ന നമ്പർ തന്നെയാണെങ്കിൽ ആ നമ്പറിലേക്ക് ആധാറിൻ്റെ ഒരു OTPയും കൂടാതെ മറ്റൊരു മൊബൈൽ OTP കൂടെ വരുന്നതായി കാണാം. അത് യഥാക്രമം ആ ബോക്സുകളിൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. രണ്ടും 2 നമ്പറാണ് നിങ്ങൾ കൊടുത്തതെങ്കിൽ ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ വന്നിരിക്കുന്ന OTP ആധാർ OTP എന്നുള്ള ബോക്സിലും അടുത്ത മൊബൈലിൽ വന്നിരിക്കുന്ന OTP യൂസേഴ്സ് മൊബൈൽ OTP എന്നുള്ള കോളത്തിലും എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞ് OTP കറക്റ്റ് ആണെങ്കിൽ പേജ് റിഫ്രഷ് ആയി ഒരു പുതിയ ബോക്സ് വരുന്നതായി കാണാം. ഇവിടെ KYC സക്സസ്ഫുൾ, യു ആർ എലിജിബിൾ ഫോർ 70 ഇയർ ഓർ മോർ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മെസ്സേജ് വന്നിരിക്കുന്നതായി കാണാം. 70 വയസ്സ് കഴിഞ്ഞ ആളാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ഒരു മെസ്സേജ് വരികയുള്ളൂ. താഴെയായി ആർ യു എ ബെനഫിഷ്യറി ഓഫ് എന്ന് പറഞ്ഞുകൊണ്ട് 4 സ്കീമുകൾ കാണിക്കുന്നതായി കാണാം. ആ സ്കീമിൽ ഏതെങ്കിലും നിങ്ങൾ മെമ്പർ ആണെങ്കിൽ, ഏതെങ്കിലും ബെനഫിഷ്യറി ആണെങ്കിൽ അതിലേതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഇല്ലെങ്കിൽ നൺ ഓഫ് ദി എബോവ് എന്നുള്ള ഓപ്ഷനിൽ ടിക്ക് മാർക്ക് ചെയ്തതിന് ശേഷം പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ആധാറിൽ കൊടുത്തിരിക്കുന്ന വിവരങ്ങളെല്ലാം KYC ഡീറ്റെയിൽസ് എന്നുള്ള സെക്ഷന് താഴെയായിട്ട് വരുന്നതായി കാണാം. നെയിം, ഫാദർ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ എല്ലാം അവിടെ കാണിച്ചിട്ടുണ്ടാവും. ആധാറിൽ കൊടുത്തിരിക്കുന്ന ഫോട്ടോയും വലതുഭാഗത്തായിട്ട് കാണിച്ചിട്ടുണ്ടാവും. അവിടെ നിങ്ങൾക്ക് പുതിയൊരു ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അവിടെ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള സ്ഥലത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളൊരു ക്യാമറ ആക്സസ്
ചോദിക്കുന്നതാണ്. അവിടെ ടിക്ക് മാർക്ക് ചെയ്ത് അലോ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം അവിടെ വന്നിരിക്കുന്ന ബോക്സിൽ കറക്റ്റായി പ്ലേസ് ചെയ്തുകൊണ്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യുക. ഇപ്പോൾ ക്യാപ്ചർ ചെയ്തിരിക്കുന്ന ഫോട്ടോ വലതുഭാഗത്ത് ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള സ്ഥലത്ത് വന്നിരിക്കുന്നതായി കാണാം. അത് കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇല്ലെങ്കിൽ ന്യൂ ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് പുതിയ ഫോട്ടോ എടുക്കാവുന്നതാണ്. പേജിൻ്റെ താഴ്ഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോവുക. ഡു യു ഹാവ് എ മൊബൈൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് യെസ്സിൽ ടിക്ക് മാർക്ക് ചെയ്യുക. ബെനഫിഷ്യറി മൊബൈൽ നമ്പർ എന്നുള്ള ഭാഗത്ത് നിങ്ങൾക്ക് ആധാറിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറോ ഇല്ലെങ്കിൽ മറ്റേതെങ്കിലും മൊബൈൽ നമ്പറോ കൊടുക്കാവുന്നതാണ്. അതിനുശേഷം വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായി കാണാം. അത് അടുത്ത ബോക്സിലായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. ശേഷം അപേക്ഷകൻ്റെ കാറ്റഗറി എന്താണോ അത് അടുത്ത ബോക്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അടുത്ത ബോക്സിലായിട്ട് പിൻകോഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സ്റ്റേറ്റ് കേരള, അതുപോലെ ഡിസ്ട്രിക്റ്റ് ഏതാണോ സെലക്ട് ചെയ്യുക. നിങ്ങൾ റൂറൽ ഏരിയ ആണോ ഇല്ലെങ്കിൽ അർബൻ ഏരിയ ആണോ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സബ് ഡിസ്ട്രിക്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. വില്ലേജ് ഏതാണോ അതും സെലക്ട് ചെയ്യുക. ശേഷം നാലാമത്തെ ഒരു സെക്ഷനായി ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാവുന്നതാണ്. റിലേഷൻഷിപ്പ് എന്താണോ അത് ആദ്യത്തെ ബോക്സിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്താണോ ഫാമിലി മെമ്പറുടെ നെയിം അത് അടുത്ത ബോക്സിലായിട്ട് സെലക്ട് ചെയ്യുക. ജെൻഡർ അടുത്ത ബോക്സിലായിട്ട് സെലക്ട് ചെയ്യുക. ഡേറ്റ് ഓഫ് ബർത്ത് അടുത്ത ബോക്സിലായി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം താഴെയായി ആ മെമ്പറുടെ ആധാർ നമ്പറും ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആധാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിൽ ഒരു OTP വരുന്നതായി കാണാം. ആ OTP എൻ്റർ ചെയ്ത് കൊടുത്ത് ആഡ് മെമ്പർ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ മെമ്പർ ഈ ഒരു സ്കീമിലേക്ക് ആഡ് ആവുന്നതാണ്. മുകളിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം, പ്ലീസ് എൻ്റർ ദ ഡീറ്റെയിൽസ് ഓഫ് ഓൾ ദ ഫാമിലി മെമ്പേഴ്സ് ഇൻക്ലൂഡിംഗ് ലെസ് ദാൻ 70 years എന്നാണ്. 70 വയസ്സിൽ താഴെയുള്ള ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡീറ്റെയിൽസ് കൂടെ അവിടെ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ആഡ് ചെയ്തത് കൊണ്ട് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും കിട്ടാനില്ല. 70 വയസ്സിൽ കൂടുതലുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ ഇൻഷുറൻസ് സ്കീമിൽ അംഗമാവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ മെമ്പേഴ്സിനെയും ആഡ് ചെയ്തതിന് ശേഷം താഴെയുള്ള ഐ സർട്ടിഫൈ ദാറ്റ് ഇൻഫർമേഷൻ ഓഫ് മൈ ഫാമിലി മെമ്പേഴ്സ് എന്നുള്ള ആ സ്ഥലത്ത് ടിക്ക് മാർക്ക് ചെയ്യുക. ശേഷം സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ബട്ടണിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എൻറോൾമെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞുകൊണ്ട് പുതിയൊരു ബോക്സ് ഓപ്പൺ ആയി വരുന്നതായി കാണാം. ഇവിടെ KYC കംപ്ലീറ്റഡ്, പ്ലീസ് ഡൗൺലോഡ് ആയുഷ്മാൻ കാർഡ് ആഫ്റ്റർ സം ടൈം എന്ന് കാണിക്കും. ചിലപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ചിലപ്പോൾ 1-2 ദിവസം കഴിഞ്ഞാൽ മാത്രമേ അപ്രൂവ് ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ആ ബോക്സിൽ നിങ്ങൾക്ക് ഒരു ബട്ടൺ കൂടെ കാണാം, കണ്ടിന്യൂ ടു ക്രിയേറ്റ് കാർഡ് ഫോർ അതർ ഫാമിലി മെമ്പേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ട്. 70 വയസ്സിൽ കൂടുതലുള്ള മറ്റാരെങ്കിലും നിങ്ങളുടെ ഫാമിലിയിൽ അംഗമായിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ബട്ടൺ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് കൂടെ കാർഡ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനിലേക്ക് കടക്കാവുന്നതാണ്. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് കുറച്ച് സമയങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ ഒരു ദിവസമോ അല്ല 2 ദിവസത്തിനോ ശേഷം വീണ്ടും നിങ്ങൾ ഈ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞ് ക്ലിക്ക് ടു എൻറോൾ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. മെമ്പറുടെ ആധാർ നമ്പർ, ഈ ബെനിഫിഷ്യറിയുടെ ആധാർ നമ്പർ ആദ്യത്തെ ബോക്സിൽ നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ക്യാപ്ച കോഡും ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സിൻ്റെയും കൂടാതെ ഈ ഒരു 70 വയസ്സ് കഴിഞ്ഞിരിക്കുന്ന ആൾക്കാരുടെയും എല്ലാം ഡീറ്റെയിൽസ് താഴെയായിട്ട് കാണിക്കുന്നതായി കാണാം. വൺ ഫാമിലി ഫൗണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന എല്ലാ ഫാമിലി മെമ്പേഴ്സിൻ്റെയും ലിസ്റ്റ് കാണിക്കുന്നതായിട്ട് കാണാം. ഇവിടെ ഒരു സ്ഥലത്ത് മാത്രം അപ്രൂവ്ഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണിക്കുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ 70 വയസ്സിൽ കൂടുതലുള്ള മറ്റാരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു കാർഡിൻ്റെ സ്റ്റാറ്റസും അപ്രൂവ്ഡ് എന്ന് പറഞ്ഞ് കാണിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ഈ ഫാമിലിയിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ബാക്കി എല്ലാവരും 70 വയസ്സിൽ കുറഞ്ഞ ആൾക്കാരായതുകൊണ്ടാണ് എൻറോൾഡ് നോട്ട് ജനറേറ്റഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാർഡ് സ്റ്റാറ്റസ് കാണിക്കുന്നത്. അപ്രൂവ്ഡ് എന്ന് പറഞ്ഞു കാണിക്കുന്ന അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആക്ഷൻ എന്നുള്ള സ്ഥലത്ത് ആ ഒരു കാർഡ് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ അവൈലബിൾ ആയിരിക്കും. അതിൽ ഡൗൺലോഡ് കാർഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാർഡ് ഓപ്പൺ ആയിട്ട് വരുന്നതായി കാണാം. ഇവിടെ ഡൗൺലോഡ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാർഡ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. കാർഡ് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പ്രിൻറ്റ് ചെയ്ത് സൂക്ഷിക്കാം, ഇല്ലെങ്കിൽ PVC കാർഡോ അല്ലെങ്കിൽ ലാമിനേറ്റ് ചെയ്തോ ഉപയോഗിക്കാനും സാധിക്കുന്നതാണ്. ഈ ഒരു കാർഡാണ് നിങ്ങൾ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ചികിത്സ ആവശ്യം ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിൽ പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ആയുഷ്മാൻ ഭാരത് സ്കീമിൽ രജിസ്റ്റർ ചെയ്യുന്ന പ്രോസസ്സും കാർഡ് ഡൗൺലോഡ് ചെയ്യുന്ന രീതിയും. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ആവശ്യമുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാനും മറക്കാതിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.